ദില്ലി ദാലി പോഡ്കാസ്റ്റിന്റെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. വിശ്വ ചലച്ചിത്രകാരൻ ബെല ടാർ അന്തരിച്ചു. 70-ാമത്തെ വയസ്സിൽ ഹംഗറിയിലെ ബുഡാപെസ്റ്റിലാണ് ആ മഹത്തായ സർഗജീവിതം അവസാനിച്ചത്. കറുപ്പിലും വെളുപ്പിലുമുള്ള വിളംബിതകാല ചലച്ചിത്രങ്ങളുടെ ഈ വലിയ പ്രതിഭയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ദില്ലി ദാലിയുടെ പോഡ്കാസ്റ്റിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ചലച്ചിത്ര ചരിത്രകാരനായ ഡോക്ടർ സി എസ് വെങ്കടേശ്വരനാണ്. സ്വാഗതം സി എസ് വെങ്കടേശ്വരൻ ഈ പോഡ്കാസ്റ്റിലേക്ക്. നന്ദി ഗോപാലകൃഷ്ണൻ. മനുഷ്യന്റെ കഥയാണ് എല്ലാ മഹത്തായ സിനിമകളും പറഞ്ഞിട്ടുള്ളത്. മനുഷ്യന്റെ അന്തസ്സ് ഉയർത്തുന്ന, അശരണരും ആലംബഹീനരുമായ പാവപ്പെട്ട മനുഷ്യരുടെ അന്തസ്സ് ഉയർത്തുന്നതായിരുന്നു ചലച്ചിത്ര ചരിത്രത്തിലെ മഹത്തായ പല മഹാകാവ്യങ്ങളും. എന്നാലും ബെല ടാർ മനുഷ്യനിലേക്ക് നോക്കിയപ്പോൾ മറ്റുള്ളവർ നോക്കുന്നത് പോലെ ആയിരുന്നില്ല അത് എന്ന് നമുക്ക് തോന്നുന്നു. എന്താണ് ആ മഹാചലച്ചിത്രകാരന്റെ ചലച്ചിത്രങ്ങളെ വ്യത്യസ്തമാക്കിയിരുന്ന ഘടകങ്ങൾ? എനിക്ക് തോന്നുന്നു ഏതൊരു ചലച്ചിത്രകാരനായാലും മഹാന്മാരായ ചലച്ചിത്രകാരന്മാരുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, അതിപ്പോൾ താർക്കോവ്സ്കി ആയാലും ശരി, ഓസു, ബർഗ്മാൻ, ആന്റോണിയോനി, ഫെല്ലിനി, നമ്മൾ ആരെ നോക്കിയാലും അതൊരു സത്യജിത്ര അല്ലെങ്കിൽ ഘട്ടക്, അവരുടെ സിനിമയിലൂടെ ഒരു ലോകം കൂടി സൃഷ്ടിക്കുന്നു. നമ്മൾ അവരുടെ ലോകത്തിലേക്ക് പ്രവേശിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അതിനതിൻ്റെതായ ഭൂപടങ്ങളും മാർഗരേഖകളും ജീവിത ശൈലികളും സംസ്കാരങ്ങളൊക്കെ ഉണ്ട്. ഒരു ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത്. അത് പല അവരുടെ ചിത്രീകരണ രീതി കൊണ്ടാകാം, ചില അവർ നിരന്തരം പിന്തുടരുന്ന പ്രമേയങ്ങൾ കൊണ്ടാകാം, ഇപ്പോൾ സിനിമാറ്റിക് ശൈലി എന്നതുകൊണ്ട് ഇപ്പോൾ ഓസുവിൻ്റെ ഒരു പ്രത്യേകതരം ശൈലിയായിരിക്കും നമ്മൾ പ്രവേശിക്കുന്നത്. അല്ലെങ്കിൽ താർക്കോവ്സ്കിയിലേക്ക് വരുമ്പോൾ വേറൊരു ധ്യാനാത്മകമായ വേറൊരു വഴിയിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്നത്, വേറൊരു ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അതിന് യഥാർത്ഥത്തിൽ ബെല ടാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ബെല ടാറിൻ്റെ മേജർ വർക്കുകൾ മുഴുവൻ നടക്കുന്നത് ഈ നൂറ്റാണ്ടിലാണ് എന്നുള്ളത്. ഒരുപക്ഷെ സിനിമ മരിച്ചു കഴിഞ്ഞതിന് ശേഷം, സിനിമയുടെ ആദ്യത്തെ നൂറ്റാണ്ട് കഴിയുകയും ഡിജിറ്റൽ കടന്നു വരികയും ചെയ്തപ്പോൾ സിനിമ മരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം വന്നൊരു ഫിൽം മേക്കറാണ് ഇദ്ദേഹം. അപ്പോൾ ഒരുപക്ഷെ യൂറോ കേന്ദ്രിതമായിട്ടുള്ള, ലോക സിനിമയിലെ യൂറോ കേന്ദ്രിതമായ മേജർ പ്രസ്ഥാനങ്ങളെല്ലാം കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഫ്രഞ്ച് ന്യൂ റിലീസ് ആയാലും ഫ്രഞ്ച് ന്യൂ ആയാലും ഡോഗ്മ, അതൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ സിനിമയെ പുതിയ കാലത്ത് റീഡിഫൈൻ ചെയ്ത ഒരാളാണ്. സിനിമയെ പുനർനിർമ്മിച്ച ഒരാളാണ്. അപ്പോൾ സിനിമയ്ക്ക് ഇനിയും ജീവനുണ്ട്, ജീവിതമുണ്ട് എന്ന് സിനിമയിലൂടെ തെളിയിച്ച ഒരാളാണ്. അതും മറ്റൊരു പ്രത്യേകത, ഒരുപക്ഷെ ബെല ടാറിന് സവിശേഷമായിട്ടുള്ള ഒരു ചലച്ചിത്രകാരനാക്കുന്നത്, നമുക്ക് പരിചയമുള്ള ഒരു യൂറോപ്യൻ സിനിമാ ശൈലിക്കകത്ത് രണ്ട് തരം സിനിമാ രീതികളുണ്ട്. ഒന്ന് എന്ന് വെച്ചാൽ വലിയ ഈസ്റ്റ് യൂറോപ്യൻ സിനിമയാണ്. നമ്മൾ ഹംഗറി, ചെക്കോസ്ലോവാക്യ, നമ്മൾ ധാരാളം പോളണ്ട്, നമുക്ക് പരിചയമുള്ളൊരു വലിയ ലോകമുണ്ട്. അത് മുഴുവൻ തന്നെ ഒരു രീതിയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണവും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രത്യേക ജീവിത സാഹചര്യത്തെയും ലോകവീക്ഷണത്തെയും മനുഷ്യ ദുരന്തങ്ങളെയും എന്താ പറയുക, വിമോചനത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെയും ചുറ്റിപ്പറ്റിയുള്ള നിരാശകളായിരിക്കാം, പ്രതീക്ഷകളായിരിക്കാം, സ്വപ്നങ്ങളായിരിക്കാം. അങ്ങനെയായിരുന്നു. രണ്ടാമത് പറഞ്ഞാൽ വളരെ ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ഒരു മുതലാളിത്ത സമൂഹത്തിൻ്റെ എലിയനേഷൻ അല്ലെങ്കിൽ അത്തരം കുറേ പ്രശ്നങ്ങളെ സംബന്ധിക്കുന്ന സ്വതന്ത്ര യൂറോപ്പ് എന്ന് വിളിക്കപ്പെടുന്ന വെസ്റ്റേൺ യൂറോപ്പ്, ഫ്രഞ്ച്, ജർമ്മനി, അങ്ങനെ ഒരു 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 സിനിമാ ഭൂഖണ്ഡമുണ്ട്. ആ ഭൂഖണ്ഡത്തിന് അതിന് പല ഭൂഖണ്ഡങ്ങളുണ്ട്. ബെല ടാറിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഈ രണ്ട് ലോകങ്ങളിൽ ജീവിച്ച ഒരാളാണ്. ഈ രണ്ട് ലോകങ്ങളെയും വളരെ വിമർശനാത്മകമായി കാണും. രണ്ട് ലോകങ്ങളും ഇരുൾ നിറഞ്ഞതാണ് എന്ന് നമ്മളെ തെളിയിച്ച ഒരാൾ കൂടിയാണ്. ഹംഗേറിയൻ കമ്മ്യൂണിസ്റ്റ് ഹംഗറിയിലായാലും ശരി, പിന്നീടൊന്ന് പോസ്റ്റ് ഹംഗേറിയൻ ഇന്നത്തെ ഹംഗറിയിലായാലും ഇതേ രീതിയിൽ ലോകത്തെ മനുഷ്യ ജീവിതത്തിന്റെ ദുരന്തത്തെ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഒരു ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന തീം എന്ന് പറയുന്നത്. ഡിഗ്നിഫൈഡ് ഹ്യൂമൻ ലൈഫിനുള്ള നമ്മുടെ സാധ്യത എന്താണല്ലേ, എങ്ങനെയാണത് നിരന്തരം നിരാകരിക്കപ്പെടുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിഷയം. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ രീതിയിൽ ഒരു തികച്ചും സമകാലികനായിരുന്ന ഒരു ഫിൽം മേക്കറാണ് ബെല ടാർ. സമകാലികൻ എന്ന് പറഞ്ഞത് ജോർജിയ അഗംബനൊക്കെ പറയുന്ന പോലെ ആരാണ് സമകാലികൻ, എങ്ങനെയാണ് കല സമകാലികമാകുന്നത് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയുന്നത്,
ആ കലാകാരൻ ജീവിച്ചിരിക്കുന്ന കാലത്തിൻ്റെ പ്രഭകളെ, അല്ലെങ്കിൽ അതിൻ്റെ വലിയ ഉച്ചത്തിലുള്ള ഘോഷങ്ങളെ പിടിച്ചെടുക്കുന്നതിലൂടെയല്ല, മറിച്ച് ഉം. ആ കാലഘട്ടത്തെ നിർണയിച്ച ഇരുട്ടിനെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ് സമകാലികമായിരിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ ആ അർത്ഥത്തിൽ തികച്ചും സമകാലികനായ ഒരു ഫിലിം മേക്കറായിരുന്നു ബെലാട്ട. അതിന് ആ സമകാലികത, താൻ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിലെ ഇരുട്ടിനെ ഒരു സിനിമാറ്റിക്കായ രീതിയിൽ സിനിമയിലൂടെ രൂപം നൽകുകയും ചെയ്തു. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. വെറും ഒരു പ്രമേയപരമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, സിനിമ എന്ന് പറയുന്നത്. വെറും പ്രമേയപരമായ പ്രാധാന്യമല്ല. ഉം. സിനിമയ്ക്കകത്ത് തന്നെ സിനിമയുടെ രൂപത്തിലും സിനിമയുടെ ശൈലിയിലും എല്ലാം തന്നെ ഈ ഒരു ഇരുണ്ട ലോകഭാവനയെ, ഒരുപക്ഷെ മനുഷ്യൻ നിരന്തരം മാനുഷികതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമ ഭാഷ, ഒരു ലോകം സിനിമയിൽ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് എനിക്കൊന്ന് ബെലാട്ടാറിനെ വളരെ വളരെ വ്യത്യസ്തമാക്കുന്നത്. അതെ. എന്നുവെച്ചാൽ മറ്റ് ഫിലിം മേക്കേഴ്സ് ചെയ്യാറുന്നിട്ടല്ല. ഇപ്പോൾ ഗൊദാർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടാർക്കോസ്കി വേറെ രീതി ചെയ്തിട്ടുണ്ടോ, പക്ഷേ ഇതുപോലെ അല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത്. തികച്ചും വ്യത്യസ്തമാണ്. അപ്പോൾ യാങ് ചോ, ഇദ്ദേഹത്തിന് തന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള മിക്ലോസ് യാങ് ചോ ചെയ്തിട്ടുണ്ട് വേറെ രീതിയിൽ. പക്ഷെ അങ്ങനെയേ അല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇദ്ദേഹത്തെ വളരെ വ്യത്യസ്തനും എന്നാൽ സമകാലികനും സിനിമയ്ക്കകത്തെ സിനിമാ ചരിത്രത്തിനകത്ത് വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു പക്ഷെ അതായിരിക്കും. ഇപ്പൊ എന്നെക്കാൾ വെറും 6 വയസ്സ് മുതിർന്നതായിരുന്നു ബെലാട്ടാർ. എനിക്കൊക്കെ വൃദ്ധനായി എന്ന് തോന്നുകയായിരുന്നു ബെലാട്ടാർ പോയി എന്ന വാർത്ത കേട്ടപ്പോൾ. വല്ലാത്തൊരു ഒരു ഒരു തളർച്ച എനിക്കുണ്ടായി വ്യക്തിപരമായി. 1955 ഹംഗറിയിൽ ബെലാട്ടാർ ജനിച്ചത്. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു ബിബ്ലിയോഗ്രഫി, അദ്ദേഹത്തിന്റെ ചലച്ചിത്രത്തിന്റെ ഒരു എണ്ണവും പേരുകളും ഞാൻ ഇതിന്റെ ശ്രോതാക്കളുടെ ഒരു ബെനിഫിറ്റിന് വേണ്ടി ഞാനൊന്ന് പറയുകയാണ്. ആദ്യ ചിത്രം 1979 എടുത്ത ഫാമിലി നെസ്റ്റ് ആയിരുന്നു. 1981 ദി ഔട്ട്സൈഡർ, 1982 ദ പ്രിഫാബ് പീപ്പിൾ, 1984 അൽമനാക്, 1988 പ്രശസ്തമായ ഡാമിനേഷൻ എന്ന സിനിമ എടുക്കുന്നത്. 1994 സാറ്റൻ എൻഗോ എന്ന് പറയുന്ന ക്ലാസിക് എടുക്കുന്നു. 2000 റെക്മേസ്റ്റർ ഹാർമോണീസ് വരുന്നു. 2007 ദ മാൻ ഫ്രം ലണ്ടൻ വരുന്നു. 2011 ദ ടൂറിൻ ഹോഴ്സ് എന്ന് പറയും. ഈ ടൂറിൻ ഹോഴ്സ് ആണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ ഫീച്ചർ ഫിലിം. അദ്ദേഹത്തിന്റെ ഫീച്ചർ ഫിലിമുകളുടെ പേരുകൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. ദ ടൂറിൻ ഹോഴ്സ് ബെർലിൻ ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിച്ചപ്പോൾ ബെലാട്ടാർ പ്രഖ്യാപിച്ചിരുന്നു ഇത് തൻ്റെ അവസാന ചിത്രമാണ് എന്ന്. അന്ന് അദ്ദേഹത്തിന് വെറും 56 വയസ്സ് മാത്രമേ പ്രായമായിരുന്നുള്ളൂ എന്നതും നാം ഓർക്കണം. എനിക്ക് ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു, ഇനി ലോകം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ചലച്ചിത്ര നിർമ്മാണത്തിൽ നിന്നും അദ്ദേഹം പിന്മാറുന്നത്. പിന്നീട് അദ്ദേഹം അധ്യാപകനായി തുടരുകയായിരുന്നു. അധ്യാപകൻ എന്ന് പറയാൻ അദ്ദേഹം തയ്യാറുമല്ലായിരുന്നു. ഐ ഡോണ്ട് ടീച്ച് ചലച്ചിത്രം പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിയമങ്ങൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്, നിയമങ്ങൾ ലംഘിക്കുകയാണ് ചലച്ചിത്രകാരൻ ചെയ്യേണ്ടത് എന്നാണ് ബെലാട്ടാർ പറഞ്ഞിരുന്നത്. ഇനി ഡോക്ടർ സി എസ് വെങ്കടേശ്വരനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഹോളിവുഡ് സിനിമകളെ കുറിച്ച് ബെലാട്ടാർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു, 4 സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള സീക്വൻസുകൾ വേഗത്തിൽ കൂട്ടിച്ചേർക്കുന്നത് ഫേക്ക് ആണ്, വ്യാജമാണെന്ന്. ജീവിതം അങ്ങനെ അല്ലല്ലോ എന്ന്. സമയത്തെയും ആഖ്യാനത്തെയും എങ്ങനെയാണ് ബെലാട്ടാർ തൻ്റെ പരീക്ഷണങ്ങളിൽ വിപ്ലവകരമായി മാറ്റിക്കളഞ്ഞത്? വർണ്ണ സിനിമയുടെ യുഗത്തിൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എങ്ങനെ ആ സിനിമകൾ നിത്യാധുനികമായി നിലനിൽക്കുന്നു? എനിക്ക് അദ്ദേഹം 1-2 കളർ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ചിത്രങ്ങളെല്ലാം അത് അവയും യഥാർത്ഥത്തിൽ വളരെ വ്യത്യസ്തമായ ചിത്രങ്ങളാണ്. അതിൻ്റെ ഇപ്പോൾ ആ സിനിമയ്ക്കകത്തെ നമ്മൾ ഈ നിറവിന്യാസം നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ, പുരുഷന്മാർ, അല്ലെങ്കിൽ അവരുടെ ആന്തരിക ലോകത്തെ എങ്ങനെയാണ് നിറങ്ങളിലൂടെ പ്രകാശിപ്പിക്കുക എന്നുള്ളത് വളരെ രസകരമായ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള ആൾ കൂടിയാണ് ബെലാത്താർ. പക്ഷേ ബെലാത്താർ അറിയപ്പെടുന്നത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഒരു നീണ്ട കാലത്തെ ദീർഘമായിട്ടുള്ള ചില പരീക്ഷണങ്ങൾ, വളരെ പ്രസക്തമായിട്ടുള്ള പരീക്ഷണങ്ങൾ. 2, അദ്ദേഹത്തിൻ്റെ സ്ലോ സിനിമ എന്ന് വിളിക്കപ്പെടുന്ന വളരെ ദൈർഘ്യമേറിയ ഷോട്ടുകളിലൂടെ തൻ്റെ ആഖ്യാനത്തെ ആവിഷ്കരിക്കുന്ന രീതി. ഇത് രണ്ടായിരിക്കും ഒരു പക്ഷേ വളരെ അദ്ദേഹത്തെ
മാറ്റി നിർത്തുന്നത്. ഇതിൻ്റെ ഒരു സിഗ്നേച്ചർ ബെലാട്ടാർ എന്നൊക്കെ പറയാവുന്ന ഒരു സംഭവം തന്നെയായിരിക്കും. എനിക്ക് അതിലൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഇത്തരം സ്ലോ സിനിമ എന്ന് പറയുന്നത് അത് പുതിയൊരു കാര്യമൊന്നുമില്ല. ഈ ബെലാത്താർ കണ്ടുപിടിച്ച കാര്യമൊന്നുമില്ല. അത് അല്ല. അതിന് മുമ്പ് തന്നെ പലരും ചെയ്തിട്ടുള്ള കാര്യമാണ്, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് മേക്സ് ബെലാട്ടാർ ഡിഫറെൻറ്റ് എന്നുള്ള ചോദ്യം, എന്താണ് ബെലാട്ടാർ ലോകത്ത് നമ്മൾ ഇത്രയധികം നമ്മളെ എന്താ പറയുക ആകർഷിക്കല്ല, വളരെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായി മാറുന്നത് എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ എൻ്റെ എനിക്ക് തോന്നുന്നത്. ഈ രീതിയിൽ ഈ സ്ഥലം, കാലം അല്ലെങ്കിൽ സമയം എന്ന് പറയുന്ന ഇത്രയും അതിൻ്റെ ഭാരത്തെ ഇത്രയും തീക്ഷ്ണമായിട്ടും തീവ്രമായിട്ടും അവതരിപ്പിച്ച വേറൊരു കലാകാരൻ ഉണ്ടാവില്ല എന്നേ പറഞ്ഞു. അതിന് വേറെ ഇതൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ആഖ്യാനങ്ങൾ സംഭവിക്കുന്ന അല്ലെങ്കിൽ ഇതിൽ വിടരുന്ന ആ സ്ഥലവും കാലവും റിയലാണ്. ഒരു തരം വേറെ എന്തെങ്കിലും ഒരു മെറ്റഫോർ രൂപകമാക്കി മാറ്റാൻ ശ്രമിക്കുന്നില്ല. അത് വളരെ എന്താ പറയുക, വേറെ രീതിയിൽ സന്നിഹിതമാണ്. ഒന്നും നിങ്ങൾക്ക് ആ കാലത്തെ ഇപ്പോൾ ഉദാഹരണത്തിന് ട്യൂൻ ഹോഴ്സിൻ്റെ അകത്തെ അവരുടെ ദിനചര്യ എന്ന് പറയുന്നത് അങ്ങേയറ്റം അതിസാധാരണമാണ്. പക്ഷേ ആ ദൈർഘ്യത്തെ, ആ ജീവിതത്തിൻ്റെ ഒരു രീതിയിൽ അതിൻ്റെ ആവർത്തനത്തെ ആവിഷ്കരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ വേറെ രീതിയിൽ നമ്മളെ നേരെ പിടിച്ചു നിർത്തുന്നു എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ബെലാട്ടാർ ഈ ലാസ്ലോ ക്രാസ്നഹോർക്കായിട്ടുള്ള ഒരു ബന്ധം വളരെ പ്രധാനമായി തോന്നുന്നു. അതിലൊരു പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കാലത്തെ സംബന്ധിക്കുന്ന സമസ്യകളെ ഒരു പക്ഷേ ബെലാത്താറിന് പൂരിപ്പിക്കാൻ കഴിഞ്ഞത് ഈ ലാസ്ലോ ക്രാസ്നഹോർക്കെ ആയിട്ടുള്ള ഒരു ഒത്തുചേരലിലൂടെയാണെന്ന് പറയാം. ഈ എറ്റേണൽ റിട്ടേൺ എന്ന് പറയുന്നത് നിരന്തരമായ ആവർത്തനം, വിരസമായൊരു ജീവിത ദൈർഘ്യം, ഇതിനെ ഒരു ഹംഗേറിയൻ പശ്ചാത്തലത്തിനകത്ത് ആവിഷ്കരിച്ച ഒരു കഴിഞ്ഞ നോബൽ പ്രൈസ് കിട്ടിയ വലിയ ഒരു റൈറ്ററാണ് ലാസ്ലോ. അപ്പം എനിക്ക് തോന്നുന്നു അവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷനിൽ ഇത് വളരെ കൃത്യമായി പറയും. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഈ സദൻ ടാങ്കോ എന്ന് 7.5 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമ നോക്കിയാൽ അത് ഫോളോ ചെയ്യുന്നത് നോവലിൻ്റെ അതേ പാറ്റേൺ ആണ്. സെയിം പാറ്റേൺ, സെയിം കൈൻഡ് ഓഫ് തിങ്സ്. ഓരോ അധ്യായങ്ങൾ പോലും അതേ രീതിയിലാണ് പോകുന്നത്. പക്ഷേ എങ്ങനെയാണ് ഒരു സാഹിത്യ രൂപം, നോവൽ പോലുള്ള ഒരു സാഹിത്യ സൃഷ്ടി സിനിമയാകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വലിയ പാഠം കൂടിയാണ്. എന്നുവെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ത് തരം സാഹിത്യമായാലും സാഹിത്യത്തിന് പിടിച്ചെടുക്കാൻ കഴിയാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് കാലമാണ്, ദൈർഘ്യമാണ്. ഇപ്പോൾ ഷോട്ടിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് എഴുതി ഫലിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ വാക്കിൽ പിടിതരുന്ന ഒന്നല്ല ഒരു ഷോട്ടിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. അത് പരിപൂർണമായി ഒരു ചലച്ചിത്രത്തിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്ന ചലച്ചിത്രകാരൻ്റെ കയ്യിലിരിക്കുന്ന കാര്യം, എത്ര നേരം ഒരു ഷോട്ട് ഹോൾഡ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ കാലവും, ഇപ്പോൾ നമ്മൾ ഈ ബെലാത്താറിൻ്റെ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഈ കാലവും സമയം ഘനീഭൂതമാകുന്നത് ഈ ദൈർഘ്യത്തിലൂടെയാണ്. ആത്ത രീതിയിൽ നമ്മൾ അതിൻ്റെ അകത്ത് പെട്ടുപോകുന്നു, അതിന് നമ്മൾ ഒരു വെയിറ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത് ഫീൽ ചെയ്യുന്നത് ഇതിലൂടെയാണ്. അതെനിക്ക് തോന്നുന്നതൊരു അതായിരിക്കും ഒരു പക്ഷേ എന്താ പറയുക, ഈ ബെലാട്ടാർ സിനിമയ്ക്കകത്ത് ചെയ്തിട്ടുള്ള വലിയൊരു കാര്യം, ഒരു തരം സിനിമയെ തിരിച്ചു കൊണ്ടുവരികയും ഒപ്പം തന്നെ ഈ രീതിയിൽ കാലത്തെയും സ്ഥലത്തെയും അതിൻ്റെ എല്ലാവിധ ഭാരത്തോടെയും ആവിഷ്കരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് ഫിലിം ഔട്ട് ഓഫ് ഫിലിം അത് നമുക്ക് കാണാം. ബട്ട് ഒരു പക്ഷേ ഇത്തരമൊരു ഈ രീതിയിൽ ഇരുണ്ടതും അങ്ങേയറ്റം വേറെ മെലങ്കളിക് എന്നൊക്കെ പറയാവുന്ന മെലങ്കളിയുടെ ഒരു എക്സ്ട്രീമിൽ വർക്ക് ചെയ്യുന്ന ഒരു കലാകാരൻ്റെ ഒരു പറഞ്ഞു തീരൽ കൂടിയാണ് ട്യൂൺ ഹോഴ്സ് എന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ഇത് ആവർത്തിക്കാനേ കഴിയും. എന്തുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ എൻ്റെ ഈ ചോദ്യം ഒരു സ്റ്റുപ്പിഡ് ചോദ്യമാണോ എന്നുള്ള ആശങ്ക പോലും എനിക്കുണ്ട്. പക്ഷെ എന്തുകൊണ്ടായിരിക്കണം പ്രസന്നവത്തായിട്ടൊന്നും അദ്ദേഹത്തിന് നമ്മോടോ നമ്മുടെ ലോകത്തിനോടോ നമ്മുടെ കാലത്തിനോടോ പറയാൻ ഉണ്ടാകാതെ പോയത്? എനിക്ക് പലപ്പോഴും തോന്നിയില്ല, പല സിനിമകളിലും ഉള്ള ഒരുതരം എന്താ പറയുക ട്രാൻസെൻഡിങ് മൊമെന്റ്സ് എന്ന് പറയാവുന്ന എന്തെങ്കിലും രീതിയിൽ മനുഷ്യർ അവരുടെ ഈ സമയസ്ഥലത്തിൻ്റെ ഘനത്തിൽ നിന്ന് വിമോചിതരാകുന്ന ഹ്രസ്വമായിട്ടുള്ള മുഹൂർത്തങ്ങൾ എന്ന് പറയുന്നത്, 1 ഡാൻസ് ആയിരിക്കും, 2 മദ്യപാനമായിരിക്കാം, 3 കഥ പറച്ചിലായിരിക്കാം. ഉദാഹരണത്തിന് നമ്മൾ ഈ ഇപ്പം നമ്മുടെ എനിക്ക് തോന്നുന്നു ഡാമിനേഷനാണെന്നോ തുടങ്ങുന്നതിന് ഒരു വലിയൊരു സൗരയൂഥ നൃത്തത്തിൽ ഒരു ഭയങ്കര വല്ലാത്തൊരു സീനാണത്.
അതുപോലെ തന്നെ പല സിനിമകളും വലിയ രീതിയിൽ അവസാനിക്കുന്നു, വലിയ നൃത്തമില്ല. പക്ഷെ ഒരു പൈശാചിക നൃത്തമാണെങ്കിൽ പോലും ഈ മനുഷ്യർ ആ കഥാപാത്രങ്ങളിൽ സ്വയം മറന്നതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ഇഷ്ടംപോലെ ഒരുപാട് സിനിമകൾ ആവർത്തിക്കുന്ന രംഗമാണ് ഈ മദ്യപാന രംഗങ്ങളും മദ്യപാനത്തിൻ്റെ വിവിധ അവസ്ഥകളും. നിരന്തരം മദ്യപിക്കുന്ന, മദ്യത്തിൽ മുഴുകുന്ന. അപ്പോൾ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇത്തരം ഈ മൊമെന്റ്സ് എല്ലാം തന്നെ ഒരു ജീവിതത്തിൻ്റെ ഈ സ്ഥലകാല ഭാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചില ശ്രമങ്ങൾ പോലെ തോന്നുന്നു. പക്ഷെ ഇതൊന്നും പ്രതീക്ഷ നൽകുന്ന ഒന്നല്ല. എന്നുവെച്ചാൽ ഇപ്പോൾ ഈ മിക്കവാറും ബലത്താർ സിനിമകളുടെ ഒരു സ്ട്രക്ചർ, അതിൻ്റെ ഘടന നോക്കി കഴിഞ്ഞാൽ പലപ്പോഴും ഇത് സർക്കുലറാണ്. പലപ്പോഴും അവിടേക്ക് തന്നെ തിരിച്ചെത്തുന്ന, നിങ്ങൾക്ക് അതിനകത്ത് പുറത്ത് കടക്കാൻ പറ്റാത്ത രീതിയിലാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അത് ഒരു പക്ഷേ ഡിഫൈനിങ് മൊമെൻ്റ്, എനിക്കൊരു ഡിഫൈനിങ് ഇമേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മളുടെ വെയ്ക്ക് മിസ്റ്റർ ഹാർമണീസിൽ ഈ രണ്ട് കഥാപാത്രങ്ങളും, ആശിഷനും ഗുരുവും, അതെ. ഈ തിമിംഗലത്തിൻ്റെ എവിടെ നിന്നോ വന്ന പല ചോദിക്കുന്നുണ്ട്. അതിലൊരു ഒരു സന്ദർഭത്തിലൂടെ പറയുന്നുണ്ട് ഈ തിമിംഗലത്തിന്റെ കാലത്തിൽ ലോകം നിന്നിരുന്നെങ്കിൽ എന്ന്. അതാണ് ഒരു പക്ഷേ ഒരു ലോകത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ മനുഷ്യനും ലോകവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ബലാട്ടാറിന്റെ ഏക ഒരു ഡയറക്റ്റ് കമന്റ് എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ രണ്ട് സന്ദർഭങ്ങളിൽ ഈ ഫ്രോസൺ ആയിട്ടുള്ള ഏതോ കാലത്ത് നിന്ന്, ഏതോ കടലിൽ നിന്ന്, ഏതോ ആഴങ്ങളിൽ നിന്ന് വരുന്ന ഈ തിമിംഗലത്തിന്റെ ഒരു അതിന്റെ കണ്ണിനോടുള്ള ഒരു നോക്കി നിൽക്കുന്ന രണ്ട് മൊമെന്റ്സ് ഉണ്ട്. ആ സിനിമ അവസാനിക്കുന്നത് അതെ, അത് നോക്കി നിൽക്കുന്നത്. ഞാൻ പറയാം, അതൊരു എന്താണ് നമ്മളെ തുറച്ചു നോക്കുന്നത്? ഈ തിമിംഗലത്തിന്റെ കണ്ണ്, തിമിംഗലത്തിന്റെ രൂപം, ഏതോ കാലത്ത് നിന്ന് വരുന്ന അതാണ് ശരിക്കും ബലാട്ടാറിന്റെ ഒരു എന്താ അല്ല, ഇത് ഞാൻ ഇന്ന് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു ട്രിബ്യൂട്ട് വായിച്ചപ്പോ ഈ ന്യൂയോർക്ക് ടൈംസിലാണെന്ന് തോന്നുന്നു, ഇപ്പൊ എ.ഒ. സ്കോട്ട് എന്ന് പറയുന്ന ഒരു ഫിലിം ക്രിറ്റിക്ക്, ദർ വാസ് ഓൾവേസ് സംതിങ് ഏൻഷ്യന്റ് ആൻഡ് ഏജ്ലെസ് അബൌട്ട് ബലാട്ടാർസ് ഫിലിംസ് എന്നൊരു വാചകം ഞാൻ വായിച്ചു. അത് പെട്ടെന്ന് ഓർമ്മ വന്നത് ഇപ്പോൾ CSV എനിക്ക് വളരെ പഴയത് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അത് ഒരു രീതിയിൽ അജ്ഞാതവുമായിട്ടുള്ള മുഖാമുഖമാണ്, മഹാകാലവുമായിട്ടുള്ളൊരു മുഖാമുഖമാണ്. മനുഷ്യനും ജീവിയും അതാണ് ഈ അദ്ദേഹത്തിന്റെ കാലത്തിലുള്ള ചലച്ചിത്രത്തിലെ കാലത്തിലുള്ള പരീക്ഷണത്തിനകത്തൊരു ഏജ്ലെസ്നെസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷേ എനിക്ക് തോന്നുന്നൊരു, നിങ്ങൾക്ക് എങ്ങനെയാണ് അദ്ദേഹം തന്നെ പല രീതിയിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹത്തെ എന്താണ് ഒരു രീതിയിൽ ഒരു അദ്ദേഹത്തിന്റെ സമകാലികരോ അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന സോൾട്ട് ആൻഡ് ഫാബ്രി പോലുള്ള ഹംഗേറിയൻ ഫിലിം മേക്കേഴ്സ് ഉണ്ട്, വളരെ യാങ്ചോ പോലുള്ള ഫിലിം മേക്കേഴ്സ് ഉണ്ട്, വേറെ രീതിയിൽ തീമാറ്റിക്കുകൾ അതേ കാലത്തും അതേ ലോകത്തും ജീവിച്ച ആൾക്കാർ. അതുപോലെ തന്നെ പുറത്തുള്ള, ഇപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഫാസ്റ്റ് ബൈൻഡർ ഉണ്ട്, ഗുദാർദ് ഉണ്ട്, അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത പക്ഷെ അതേ സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന താർക്കോസ്കി ഉണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ സിനിമകളിൽ ഈ തരത്തിലുള്ള അഭിമുഖങ്ങൾക്ക്, കാലവും സ്ഥലവും മനുഷ്യന്റെ എന്താ പറയുക, മനുഷ്യൻ എന്ന് പറയുന്ന അവസ്ഥയുമായിട്ടുള്ള അഭിമുഖങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പോംവഴിയോ ഒരു പരിഹാരമോ ഒരു മോക്ഷമാർഗമോ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ താർക്കോസ്കിയിലൊക്കെ ഒരുതരം ട്രാൻസെൻഡന്റലായിട്ടുള്ള എന്തോ ഉണ്ട്, ഒരു സ്പിരിച്വലാണ് അയാളുടെ ആങ്സ്റ്റ്. അതാരോ ഇദ്ദേഹത്തെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ജോനാഥൻ ഡോസബോം മറ്റേ പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹം ബലാട്ടാർ ഈസ് ഡി സ്പിരിച്വലൈസ്ഡ് താർക്കോസ്കി. ആത്മീയതയില്ലാത്ത താർക്കോസ്കിയാണ്. അപ്പൊ അതായത് അദ്ദേഹത്തിന് അത്തരം ആത്മീയത ഇഷ്ടമല്ല. ഞാൻ അങ്ങനെ പരിഹാരങ്ങൾ ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ. പക്ഷേ താർക്കോസ്കിയെ കുറിച്ചുള്ള റിസർവേഷൻ ബലാട്ടാർ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, അല്ലെ? പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്ത അഭിമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഐ ഡോണ്ട് ലൈക്ക് ഹിസ് സ്ലാവിക് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു. അത്തരം എളുപ്പമാർഗങ്ങളില്ല ജീവിതത്തിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ. ഇതിനെ ഈ ഡാർക്ക്നെസ് കൺഫ്രണ്ട് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ നിങ്ങൾ ഇദ്ദേഹത്തിന് തന്നെ വളരെ അടുത്ത സുഹൃത്തും ഇദ്ദേഹത്തിന് വളരെ എന്താ പറയുക ആരാധനയും അല്ലെങ്കിൽ ഇതുമുള്ള ആദരവുമുള്ള ഒരു ഫിലിം മേക്കറാണ് മിക്കലോ യാങ്ചോ ആയിരിക്കും ഒരു പക്ഷെ നമുക്ക് ഇത്തരം വലിയ ടാബ്ലോ ലൈക്ക് സീക്വൻസ് നമുക്ക് ആദ്യമായി പരിചയപ്പെടുത്തുന്നത്. നമ്മൾ വളരെ യാങ്ചോയിൽ നിങ്ങൾ കാണുന്ന ഈ സീക്വൻസസ് എന്ന് പറയുന്നത് ഇറ്റ് ഓൾമോസ്റ്റ് ബിക്കംസ് എ കൈൻഡ് ഓഫ് ഡാൻസ്. ഒരു ഡാൻസിൻ്റെയും എന്തോ ഒരു തരം സിമെട്രിയിലേക്ക് അത് മൂവ് ചെയ്യുന്നതായി തോന്നാം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് നിശ്ചിതമായിട്ടുള്ള ചില സൂചനകളുണ്ട്, ചില മെറ്റഫേഴ്സാണ് പലതും. മെറ്റഫോറിക്കലായിട്ടുള്ള ചില ഒരു സംഭവത്തിലേക്കാണ് ആ മൂവ്മെൻറ്റ്സ് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ദീർഘമായ ഷോട്ടുകളിൽ കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ബലാട്ടാറിൽ അങ്ങനെയല്ല, വളരെ അതിസാധാരണവും എന്താ പറയുക, ഒരു ഭയങ്കര നടത്തങ്ങളും ഇരുട്ടും മഴയും നനഞ്ഞൂടുകളും കുണ്ടും കുഴിയും വൃത്തികേടും
എല്ലാം അതിനകത്തുണ്ട് എന്നുള്ളതാണ്. അതിൽ യാതൊരുവിധ കരുണയ്ക്ക് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിഡംഷൻ എന്ന് പറയുന്നത് തികച്ചും ഇല്ലാത്തൊരു ലോകത്തെ കാണിക്കുന്നത്. കുതിരയെ കുതിരക്കാരൻ മർദ്ദിക്കുന്നത് കണ്ടിട്ടാണ് ഭ്രാന്തിലേക്കുള്ള നീച്ചയുടെ വീഴ്ച എന്നുള്ളത് നാം എല്ലാവരും വായിച്ചിട്ടുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. എല്ലാവരും ഭ്രാന്തനായിപ്പോയ നീച്ചയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ക്രാസ്നഹോർക്കായും ബെലാറ്റാറും ആ കുതിരക്കാരൻ അങ്ങനെ ചെയ്യാനുള്ള ദുരന്ത സാഹചര്യത്തിലേക്ക് ആ കുതിരയുടെയും കുതിരക്കാരന്റെ കുടുംബത്തിന്റെയും മുഷിഞ്ഞ ജീവിതങ്ങൾക്ക് പുറകെ പോകുകയാണ് നീച്ചയെ ഉപേക്ഷിച്ചിട്ട്. എന്നാൽ നീച്ചയെ ഉപേക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ദാർശനികന്റെ പിന്നാലെ പോകാതെ ദർശനത്തിന്റെ പിന്നാലെ പോകുന്ന ഒന്ന് ഈ രണ്ടു പേരിലും ആ സർഗ സൗഹൃദത്തിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ട്. പക്ഷേ എന്താ എനിക്ക് തോന്നുന്നത് അതിൽ അദ്ദേഹത്തിന്റെ സിനിമ തുടങ്ങുന്നതിന് ഡാർക്ക്നെസ്സിലുള്ള ഒരു ആമുഖത്തോടുകൂടിയാണല്ലോ അതെ. പറയുന്നത്. നീച്ച അതോടുകൂടി പിന്നെ നീച്ച ഒന്നും ചെയ്യുന്നില്ല, പിന്നെ നിശബ്ദനായി തീരുക, ഒരു വേറെ നിശബ്ദതയുടെ ലോകത്തേക്ക് പോവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതെ. പിന്നെ എഴുതുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, 10 വർഷത്തിന് ശേഷം മരിക്കുന്നു എന്നുള്ളതാണ് ആ കഥ. അപ്പൊ ഒരു തരം നിശബ്ദതയിലേക്കുള്ള വീഴ്ചയുണ്ടല്ലോ. ഒരു പക്ഷേ നമ്മൾ നേരത്തെ തിമിംഗലത്തിന്റെ ഒരു ഫ്രോസൺ ഉറഞ്ഞുപോയ ഏതോ കാലത്ത് നിന്ന് ഉറഞ്ഞുപോയ തിമിംഗലത്തിന്റെ മുഖവും കണ്ണുമായിട്ടുള്ള മുഖാമുഖം പോലെയുള്ള ഒരു മുഖാമുഖം അവിടെ നടക്കുന്നുണ്ട്. ഒരു നീച്ചയ്ക്ക് സംഭവിക്കുന്നുണ്ട് അവിടെ. ഒരു ഹിംസ കാണുമ്പോൾ അദ്ദേഹത്തിൽ എന്തോ സംഭവിക്കുന്ന ആന്തരികമായിട്ട്. അപ്പൊ ഈ സിനിമ ഫോളോ ചെയ്യുന്നത് നീച്ചയല്ല, നീച്ചയുടെ പിന്നെ അല്ലെങ്കിൽ നീച്ചയുടെ എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല. നോബഡി ടോക്ക്ഡ് അബൌട്ട് വാട്ട് ഹാപ്പൻ ടു ദ ഹോഴ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഒരു രീതിയിൽ പറഞ്ഞു, ഈ നീച്ചെ കൺഫ്രണ്ട് ചെയ്ത ലോകം ഏതായിരുന്നു, ആ ലോകത്തിന്റെ ലോകത്തെ ആവിഷ്കരിക്കാനാണ് എനിക്ക് തോന്നുന്നത് ബെലാറ്റാർ ശ്രമിക്കുന്നത്. ആർത്തിൽ നീച്ചയുടെ സഹോദരനുമാണ് അദ്ദേഹം. സംഗീതം തൻ്റെ സിനിമകളിലെ ഒരു പ്രധാന കഥാപാത്രമാണെന്ന് ബെലാറ്റാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ ചലച്ചിത്രങ്ങളും കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ദൃശ്യങ്ങൾ പോലെ തന്നെ മായാതെ നമ്മുടെ ചെവികളിൽ തുടരുന്ന ഒന്നാണ് ആ സംഗീതം എന്ന് പറയുന്നത്. അപ്പൊ സംഗീതം ഒരു ക്യാരക്ടറായിട്ട് എങ്ങനെയാണ് ബെലാറ്റാർ വളർത്തിയെടുത്തത്? പലപ്പോഴും ഇപ്പൊ ടൂറിൻ ഹോഴ്സിന്റെയോ ഒക്കെ എനിക്ക് തോന്നുന്നു ആദ്യം മ്യൂസിക് ട്രാക്കാണ് റെക്കോർഡ് ചെയ്തത്. അതിനുശേഷമാണ് ഞാൻ പെട്ടെന്ന് എപ്പോഴും പോക്കുവയിൽ ഓർമ്മ പോകുന്നത് ആദ്യം അരവിന്ദ് മ്യൂസിക് റെക്കോർഡ് ചെയ്തെന്ന് പറഞ്ഞ പോലെ. എനിക്ക് തോന്നുന്നത് ഈ ബെലാറ്റാറിന് മറ്റു പല ഗ്രേറ്റ് ഫിലിം മേക്കേഴ്സും പോലെ ബെലാറ്റാറിന് ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ടീമിനോട് വർക്ക് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സിനിമയോട് എഡിറ്റ് ചെയ്തിട്ടുള്ള ബാഗ്നസ് റാണിറ്റ്സ്കി, അതുപോലെ ക്രാസ്നോഹർക്കായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പാർട്ട്ണർഷിപ്പ്. ഒപ്പം തന്നെ കമ്പോസർ മിഹാലി വിഗ് എന്ന് പറയുന്നത് കമ്പോസറാണ് മ്യൂസിക് ചെയ്തിട്ടുള്ള മിക്കവാറും എല്ലാത്തിൻ്റെയും. ഞാൻ അദ്ദേഹത്തിനായിട്ടുള്ള അഭിമുഖത്തിൽ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് മ്യൂസിക്കിനെ പറ്റി. അദ്ദേഹം പറയുന്ന ഒരു കാര്യം വെച്ചാൽ, അത് പിന്നെ എഡിറ്റിങ്ങിനെ കുറിച്ച് പറയും, ഇത് രണ്ടും ഒത്തുപോകുന്നൊരു കാര്യം. അദ്ദേഹം വെച്ചാൽ ദ ഹോൾ ഓഫ് ഹിസ് ഫിലിം ഈസ് ഓർക്കസ്ട്രേറ്റഡ്. മറ്റേപോലെ കഷ്ണം കട്ട് ചെയ്യുന്ന മൊണ്ടാഷിൽ യാതൊരു പ്രാധാന്യമില്ലാത്ത ഒരു ഫിലിം മേക്കർ. മൊണ്ടാഷ് വെച്ചാൽ നിങ്ങൾക്ക് നിരന്തരമായിട്ട് വളരെ ഫാസ്റ്റ് കട്ടിങ് അല്ലെങ്കിൽ ചെറിയ ദൈർഘ്യമുള്ള ഷോട്ടുകൾ ഉപയോഗിക്കുന്നത് ചെയ്യുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞ എൻ്റെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് 2 മണിക്കൂർ കൊണ്ട് തീരുന്ന പറഞ്ഞു. വെച്ചാൽ ആകെ ഇപ്പോൾ 7.5 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയ്ക്ക് 150 ഷോട്ടേ ഉള്ളൂ, വിച്ച് യു ക്യാൻ ഡു എന്നുവെച്ചാൽ അയാൾ പറഞ്ഞ അത് ബെലാറ്റാർ പറഞ്ഞാൽ എൻ്റെ സിനിമ എന്താണെന്ന് എനിക്ക് ഓൾറെഡി അറിയാം, ഞാൻ ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാം. അത് ഹൈലി ഓർക്കസ്ട്രേറ്റഡ് ആണ്. നിങ്ങൾക്ക് ഓരോ മൂവ്മെൻറ്റും ഓർക്കസ്ട്രേറ്റഡ് ആണ്, ഓരോ ആക്ടറും എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ഓർക്കസ്ട്രേറ്റഡ് ആണ്. പല പ്രാവശ്യം റിഹേഴ്സ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ഒറ്റ മൂവ്മെൻറ്റ്. എന്നാലും നിങ്ങൾ ദൈർഘ്യമേറിയ ഷോട്ടിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും കോംപ്ലക്സ്, വെറും ദൈർഘ്യം മാത്രമല്ല, വളരെ കോംപ്ലക്സ് മൂവ്മെൻറ്റ്സ് ഉള്ള പലതരം ആക്ഷൻസ് ഉള്ള ദീർഘമായ ഷോട്ടുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ അതേപോലെ ഇത് കംപ്ലീറ്റ്ലി ഓർക്കസ്ട്രേറ്റഡ് ആണ്, കംപ്ലീറ്റ്ലി റിഹേഴ്സ്ഡ് ഓർക്കസ്ട്രേറ്റഡ് എങ്ങനെ മൂവ് എന്നുള്ളത് അറിയാം. അപ്പോൾ വിച്ച് ഇസ് ആക്ച്വലി ഫിലിം മേക്കിംഗ് ബിക്കംസ് മ്യൂസിക് മേക്കിംഗ്. മ്യൂസിക് മേക്കിങ്ങിൻ്റെ അതേ പാറ്റേൺ ഫോളോ ചെയ്യുന്നത്. മ്യൂസിക്കിൽ എങ്ങനെ നിങ്ങൾ ഇത് ചിട്ടപ്പെടുത്തുന്നു എന്നുള്ളത് പോലെ തന്നെ ഫിലിം ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു മ്യൂസിക് ഇൻ ദാറ്റ് സെൻസ്. അതിൻ്റെ ഫോമിലും അതിൻ്റെ ഈവൻ ഇൻ ദി പ്രോസസ് ഓഫ് റെൻഡറിങ് ഇറ്റ്, അത് മ്യൂസിക്കായിട്ട് അടുത്ത് നിൽക്കുന്നത്. നോട്ട് പ്രോപ്പർ ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞ പോലെ എഡിറ്റിംഗ് ടേബിൾ വെച്ച് മാറി മറിയുന്ന ഒരു സംഭവമല്ല അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഏത് ഷോട്ടും അദ്ദേഹം പറയാറുണ്ട്, ഇപ്പോൾ ഓരോ സീനും ഒരു വാചകം അല്ലെങ്കിൽ ഒരൊറ്റ സംഭവം വെച്ചിട്ട് ഞാൻ ഒരു കാർഡുകൾ നിരത്തുന്നു. എന്നുവെച്ചാൽ ഓരോന്നും 2.5-3 മിനിറ്റ് നീളമുള്ള ഷോട്ടുകളാണ് ഇതെല്ലാം തന്നെ, എല്ലാ രംഗങ്ങളും.
ഇതെങ്ങനെ വേണമെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇതെടുത്ത് ഇപ്പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഷോട്ട് എടുത്ത് ഇപ്പുറത്ത് വയ്ക്കണം, അത്രേ ഉള്ളൂ. അത്രയും. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ പ്രോസസ്സ് ഓഫ് ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് സംഗീത ചിട്ടപ്പെടുത്തുന്നതായിട്ട് വളരെ അടുപ്പമുള്ള ഒരു രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് മ്യൂസിക്കലാണത് അതിൻ്റെ ഒരു രീതി. അപ്പോൾ അതിൽ വാട്ട് ഇറ്റ് ലീവ്സ് ബിഹൈൻഡ്, ഉദാഹരണത്തിന് ഇപ്പോൾ ആദ്യത്തെ നമ്മൾ ട്യൂറിൻ ഹോഴ്സിൽ കാണുന്ന ആദ്യത്തെ വലിയ ഒരു 7 മിനിറ്റ് ദൈർഘ്യമുള്ള ഷോട്ടിൽ അതെ. മ്യൂസിക് വല്ലാത്ത രീതിയിൽ അതിൻ്റെ ഏറ്റിറക്കങ്ങളും കാറ്റും ചലനവും ക്യാമറ മൂവ്മെൻറ്റും ഇതൊരു വളരെ സങ്കീർണമായ രീതിയിൽ ഒരു വലിയൊരു വളരെ കോംപ്ലക്സ് ആയ മ്യൂസിക്കൽ എന്താ പറയുക ഒരു ഹാർമണി സെറ്റ് ചെയ്യുന്ന പോലെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കാലം കണ്ട 2 മഹാ ചലച്ചിത്രകാരന്മാരെ അഭിമുഖ സംഭാഷണം ചെയ്തയാളാണ് CS വെങ്കടേശ്വരൻ. ഒന്ന് ഗുദാദും 2 ബെലാറ്റാർ. ഈ ബെലാറ്റാറുമായിട്ടുള്ള ആ അഭിമുഖ സംഭാഷണത്തിനെ ഇപ്പോൾ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്, ആ അനുഭവത്തെ? എനിക്ക് തോന്നുന്നത് നമ്മൾ ഏറ്റവും ഹ്യൂമെയിനായിട്ടുള്ള ഏറ്റവും എളുപ്പത്തിൽ സംഭാഷണം ആരംഭിക്കാവുന്ന ഒരാളാണ്. ഇപ്പം നമ്മൾ പകുതി നിർത്തിയ സംഭാഷണം തുടങ്ങുന്ന പോലെയാണ് ഇതെല്ലാം. അതിനിപ്പോൾ നമ്മൾ അന്ന് ഉണ്ടായത് നമ്മൾ ഈ അഭിമുഖ സംഭാഷണത്തിന് മുമ്പ് തന്നെ ചെന്ന് കാണുന്നു. അപ്പോൾ തന്നെ വളരെ വാം, ഇൻഫോർമൽ, സിമ്പിളായിട്ടൊരാളാണ് അദ്ദേഹം. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതെന്തായാലും നോ പ്രോബ്ലം, ഐ തിങ്ക് യു നോ വാട്ട് യു ആർ ട്രൈങ് ടു ഡു ആൻഡ് ഐ വിൽ ഇൻ എനി കേസ് ഐ വിൽ ബി ടോക്കിംഗ് വാട്ട് എവർ ഐ വോണ്ട് ടു ടോക്ക്. അതുകൊണ്ട് അത് പ്രശ്നമേ ആക്കണം. അതിൽ അപ്പോൾ നമ്മളെ സംബന്ധിച്ചത് വലിയൊരു ഫിലിം മേക്കറല്ലേ, ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഫിലിം മേക്കേഴ്സാണ്. സോ യു ആർ പുട്ട് അറ്റ് ഈസ് ആക്ച്വലി. നമ്മളെ ശാന്തനാകാതെ അതുകൊണ്ട് നമുക്ക് യു ക്യാൻ എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ രണ്ടാമത് എനിക്ക് തോന്നുന്നു നമ്മളൊരു വലിയ രീതിയിൽ നമ്മൾ സംസാരിക്കുന്നു, അതിനുശേഷം കാണുന്നു. അതൊരു വേറെ രസകരമായ ഒരു സംഭവമുണ്ട്. അതിനുശേഷം എനിക്ക് അങ്ങനെ വല്ലാത്തൊരു രീതിയിൽ വല്ലാത്തവരോട് ഒരു സ്നേഹം തോന്നിയൊരു സന്ദർഭം എന്ന് പറയുന്നത് എനിക്ക് അന്ന് മടങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞാനൊന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഞാൻ നാട്ടിലേക്ക് മടങ്ങി രാത്രി അന്നൊരു ഡിന്നർ ഉണ്ടായിരുന്നു. അപ്പോൾ ഡിന്നറിൽ ഞാൻ പങ്കെടുത്തില്ല, ഞാൻ നേരത്തെ എനിക്ക് വീട്ടിൽ വരണമായിരുന്നു. രാത്രി വിളിച്ചു തന്നെ, നിങ്ങളെവിടെ, എനിക്ക് നിങ്ങളോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഏതൊരു ഫിലിം മേക്കർ ഞാൻ ട്രെയിനിലിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു ഐ എം സോറി ഐ എം റിട്ടേണിങ് എന്ന് പറഞ്ഞു. ഐ വാണ്ട് ടു മീറ്റ് യു ലൈക്ക് വെർ ആർ യു. അങ്ങനെ ഒരു തരം എന്താ പറയുക ഒരു ഇൻ്റർവ്യൂ തരെ പോകാന്നുള്ളതല്ല. അതേപോലെ ഹി ഓൾസോ കണക്ട്സ് വിത്ത് പീപ്പിൾ. അപ്പോൾ അത് അദ്ദേഹത്തിന് ഫിലിം മേക്കിംഗ് എല്ലാത്തിലും ഉണ്ട്. ലോകത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അടുപ്പമാണത് അല്ലേ, നമ്മളോടുള്ള അതുതന്നെ. അടുപ്പം കളതിയും ലോകത്തിലെ എല്ലാത്തിനോടുമുള്ള ഒരു വസ്തുവിനോടും ജീവികളോടും എല്ലാത്തിനോടുള്ള ഒരു വല്ലാത്തൊരു അടുപ്പുണ്ടല്ലോ. 2011 ഈ സിനിമ ഇഷ്ടമാണെങ്കിലും ചുറ്റിനും ഇറങ്ങുന്ന സിനിമയൊക്കെ സ്റ്റുപ്പിഡാണ് എന്ന് ബെലാറ്റാർ തന്നെ പറഞ്ഞിരുന്നു. എവറിത്തിങ് വാസ് ഫോൾസ്. ഐ ഡിസൈഡഡ് ദാറ്റ് ഇഫ് ഐ എവർ ഗോട്ട് എ ക്യാമറ ഐ വുഡ് ഫിലിം റിയൽ പീപ്പിൾ, എ റിയൽ റിയാലിറ്റി, റിയൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റ്, റിയൽ പ്രോബ്ലംസ്. ഇതിൽ ഞാൻ ഈ റിയൽ റിയാലിറ്റി എന്ന പ്രയോഗത്തെ മാത്രം എടുക്കുകയാണ്. റിയൽ റിയാലിറ്റി എന്താണ്? ബെലാറ്റാറിന്റെ റിയൽ റിയാലിറ്റി ലോക ചരിത്രത്തിൽ, ലോക ചലച്ചിത്ര ചരിത്രത്തിൽ? എനിക്ക് തോന്നുന്നു അദ്ദേഹം അവസാനം ചെയ്തൊരു ചിത്രമുണ്ട്, നമ്മളൊരു യൂറോപ്പ് പേരെയും മറന്നു. അതിൽ ചെയ്തിട്ട് ഇദ്ദേഹം എല്ലാവരും ഒരു ലോകത്തിലെ എല്ലാ ഫിലിം മേക്കേഴ്സും ചെയ്തിട്ടുള്ള ഒരു ഹ്രസ്വ ചിത്രങ്ങളുടെ ഒരു കളക്ഷനാണ് അത്. അതിൽ ഇദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമ എന്ന് പറയുന്നത് ഒരു ഒറ്റ ലോങ് ഷോട്ടാണ്. ലോങ് ഷോട്ട് എന്ന് പറയുന്നത് വളരെ ഒരു കൂട്ടം മനുഷ്യർ, വൃദ്ധരും സ്ത്രീകളും അവശരുമായിട്ടുള്ള ഒരു കൂട്ടം മനുഷ്യർ ക്യൂ ആണത്. അവർ ക്യൂ നിൽക്കുകയാണ്. അതിങ്ങനെ ഒരു ട്രാക്കിംഗ് ഷോട്ടാണ്, ഇവരുടെ മുഖങ്ങളുടെ ട്രാക്കിംഗ് ഷോട്ടാണ്. ട്രാക്കിംഗ് ഷോട്ട് വന്നിട്ട് ഒരു കൗണ്ടറിൽ വന്ന് അവസാനിക്കും. ഒരു 5 മിനിറ്റോളമുള്ള വളരെ മുഖങ്ങളുടെ ഒരു മുഖപഠനങ്ങൾ, ഫേസ് സ്റ്റഡീസാണ് ഒരർത്ഥത്തിൽ. ഒരു ലോകാവസ്ഥയെക്കുറിച്ചും ഉണ്ട്. നമ്മൾ ഈ മുഖങ്ങൾ കാണാനേ പറ്റില്ല നമുക്ക്. അങ്ങനെ വന്ന് കൗണ്ടറിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു ബ്രെഡ് കൊടുക്കുന്ന ഒരു കൗണ്ടറാണത്. അങ്ങനെയാണ് ഒരു ചെയ്തത്. അപ്പോൾ ഒരു കണ്ടംപററി ലോകത്തെക്കുറിച്ചും യൂറോപ്പിനെ കുറിച്ചുള്ള ഒരു കമൻ്റാണ്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത്, സിനിമ കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ക്യൂവിൽ നിന്ന് എല്ലാവരുടെയും പേരാണ് തിരശ്ശീലയിൽ. ഞാൻ പറയും ഇവരെല്ലാം അഭിനേതാക്കളെ പോലെയാണ്, അത്രയും സ്റ്റാറ്റസ് കൊടുത്തിട്ട് ചെയ്തില്ല. ഞാനിത് കണ്ടില്ല കേട്ടോ. അങ്ങനെ ഒരു സിനിമയാണ് അത്. ഞാൻ പറയും ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ഒരു ലോകത്തെ കാണുന്ന രീതി. എന്നാൽ അത് ഇത്രയും രൂക്ഷമായിട്ട്, ഇത്രയും ലളിതമായിട്ട്, എന്നാൽ വളരെ രൂക്ഷമായിട്ടും ലോകത്തെ എങ്ങനെ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമകാലിക ലോകത്തെ എങ്ങനെ അവതരിപ്പിക്കാൻ കഴിയുന്നുള്ളതാണ്. നമ്മൾ തന്നെ ഇപ്പോൾ ത്രൂ ഔട്ട് ഈസ് ഫിലിംസ് നമുക്കിപ്പോൾ ഈ ജിപ്സികളോടുള്ള പെരുമാറ്റം ഒരു റിക്കർ ചെയ്യുന്നൊരു ബിംബാണ്. പല സിനിമകളിൽ ജിപ്സികളോടുള്ള വയലൻസ്
യൂറോപ്യൻ കൾച്ചറിലുള്ള ജിപ്സികളോടുള്ള അടങ്ങാത്ത വൈരവും എന്താ പറയുക ഹിംസയും നിരന്തരം ആവർത്തിച്ചിട്ടുള്ള ആളാണ്. അത് ശരിക്കും ഈ പറയുന്ന അടഞ്ഞ വല്ലാത്ത ഇരുൾ മൂടിയ ജീവിതങ്ങളുടെ മറുപുറാണ് അത് ശരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു യൂറോപ്പിനെ കുറിച്ച് ഇത്രയും രൂക്ഷമായി സംസാരിച്ചിട്ടുള്ള ഒരാളുണ്ടാവില്ല. യൂറോപ്യൻ്റെ വലിയ മഹത്തായ കലാ സാംസ്കാരിക ചരിത്ര പാരമ്പര്യങ്ങളുടെ മറുപുറാണ് ഒരു പക്ഷേ ബെലാത്താർ വെളിപ്പെടുത്തുന്ന എനിക്ക് തോന്നുന്നു. അതിൻ്റെ വാട്ട് ഇറ്റ് ലീവ്സ് ബിഹൈൻഡ് എന്നുള്ള വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് ഈസ് ദെയർ ബിഹൈൻഡ് ദ ഫസാഡ് ഓഫ് ദിസ് വെസ്റ്റേൺ സിവിലൈസേഷൻ എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ബെലാത്താർ ആയിരിക്കും പക്ഷെ ഇത്രയും രൂക്ഷമായി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ മഹത്തായ ചലച്ചിത്രങ്ങൾ ഇനിയും ഉണ്ടാകും. സിനിമ അവസാനിച്ചു എന്ന് കരുതേണ്ടതില്ല. എങ്കിൽ പോലും ഒരു പ്രത്യേക കാലഘട്ടത്തിൻ്റെ അനുശീലനത്തിലൂടെ വളർന്നു വന്ന ചലച്ചിത്ര സംവേദനക്ഷമതയിലെ ഒരു അവസാനത്തെ മാസ്റ്റർ പിൻവാങ്ങിയതുപോലെയുള്ള ഒരു നിശബ്ദത ബെലാറ്റാറിൻ്റെ മരണം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മഹാ ചലച്ചിത്ര പ്രതിഭയുടെ ചലച്ചിത്രത്തെക്കുറിച്ചും ചലച്ചിത്രങ്ങളെക്കുറിച്ചും സർഗജീവിതത്തെക്കുറിച്ചും ഇത്ര വിശദമായി സംസാരിച്ചതിനും ദില്ലി ദാലിയുടെ എല്ലാ ശ്രോതാക്കളുടെയും പേരിൽ I am thanking you. I am thanking Dr. C.S. Venkateshwaran for your quality time. Thank you. Thank you, Gopalakrishnan, for this opportunity to speak about ബെലാത്താർ. അദ്ദേഹത്തെ ഓർമ്മിക്കാനും ആ സിനിമകളിലൂടെ ഒന്നുകൂടെ സഞ്ചരിക്കാനുമുള്ള അവസരത്തിന് വളരെ നന്ദി.